ഓക്കെ. അപ്പോൾ എ ലെസ് ദാൻ ബി, എ ലെസ് ദാൻ ബി, ദിസ് മീൻസ് ലെസ് ദാൻ അല്ല, ലെസ് ദാൻ എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കരുത്, ഉപയോഗിക്കുന്ന തെറ്റാണ്. എ ഈസ് പാർഷ്യലി ഓർഡേർഡ് വിത്ത് ബി, ബട്ട് ആ താഴെയുള്ള ലൈൻ ഉണ്ടല്ലോ അത് കൊടുത്തിട്ടില്ല. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എ ഒരിക്കലും ബിക്ക് ഈക്വൽ അല്ല എന്നാണ് മീനിങ്. പക്ഷെ എയും ബിയും ഈക്വൽ ആണ്, എയും ബിയും തമ്മിൽ റിലേഷൻ ഉണ്ട്, പാർഷ്യലി ഓർഡേർഡ് എന്ന റിലേഷൻ ഉണ്ട്. പക്ഷെ അവർ രണ്ടുപേരും ഒരു കാരണവശാലും ഈക്വൽ അല്ല, ഒരു കാരണവശാലും ഈക്വൽ അല്ല. അതാണ് കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പാർഷ്യൽ ഓർഡർ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തു. അതിനുശേഷം പാർഷ്യൽ ഓർഡറിന്റെ ഒരു സിംപലൈസേഷൻ ആണ് നമ്മളിപ്പോ പഠിച്ചത്. പാർഷ്യൽ ഓർഡറിന്റെ ഒരു സിംപലൈസേഷൻ. അപ്പൊ പാർഷ്യൽ ഓർഡർ എന്ത് വേണോ ആകാം. ഇൻ ജനറൽ നമ്മൾ പാർഷ്യലി ഓർഡറിനെ അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സിമ്പിൾ വെച്ചിട്ടാണ്. ഈ സിമ്പിൾ ഒന്ന് നോക്കിക്കോളുക. That's it. Now another definition. A set A together with a partial order. A set A together with a partial order. ഒരു സെറ്റ് എടുക്കുക, അതിൻ്റെ അകത്ത് പാർഷ്യൽ ഓർഡർ ഉണ്ടാവുക. ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടല്ലോ, ഇന്റിജേഴ്സിന്റെ കളക്ഷൻ, അതിൻ്റെ അകത്തൊരു പാർഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ, അതിൻ്റെ അകത്തൊരു പാർഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ. പവർ സെറ്റുകളുടെ കളക്ഷൻ, അതിൻ്റെ അകത്തൊരു പാർഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സെറ്റ് ഓഫ്, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. സെറ്റ്. ഇപ്പൊ സബ്സെറ്റിന്റെ കാര്യമാണെങ്കിൽ പവർ സെറ്റ് ആണ് നിങ്ങളുടെ സെറ്റ് എ. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിവൈഡഡ് ബൈ എന്ന് പറയുന്ന റിലേഷൻ ആണെങ്കിൽ ഇന്റിജേഴ്സിന്റെ കളക്ഷൻ ആണ് നിങ്ങളുടെ സെറ്റ് എ. ഈ സെറ്റിന്റെ അകത്ത് ഒരു പാർഷ്യൽ ഓർഡർ കൂടെ ഉണ്ട്. ആ പാർഷ്യൽ ഓർഡറിനെ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു. ഒരു സെറ്റ്, അതിൻ്റെ അകത്ത് ഒരു പാർഷ്യൽ ഓർഡർ കൂടെ ഉണ്ടെങ്കിൽ is called a poset. ഒരു സെറ്റിന്റെ അകത്ത് ഒരു പാർഷ്യൽ ഓർഡർ കൂടെ ഉണ്ടെങ്കിൽ അയാളെ നമ്മൾ പോസെറ്റ് എന്ന് വിളിക്കും. പോസെറ്റ്. കണ്ടല്ലോ. ഇപ്പൊ നമുക്ക് തിരിച്ചു പോകാം. എന്താണ്? പോസിറ്റീവ് ഇന്റിജേഴ്സിന്റെ കളക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ദ റിലേഷൻ ഡിവൈഡഡ് ബൈ എന്ന റിലേഷൻ, ദാറ്റ് ഇസ് എ പോസെറ്റ്. പവർ സെറ്റുകളുടെ കളക്ഷൻ വിത്ത് ദ റിലേഷൻ സബ്സെറ്റ് ഓഫ്, ദാറ്റ് ഇസ് എ പോസെറ്റ്. കണ്ടല്ലോ. അപ്പോ അതിനെ നമ്മളൊരു പോസെറ്റ് എന്ന് വിളിക്കും. ഇറ്റ് ഇസ് ഡിനോട്ടഡ് ലൈക്ക് എ വിത്ത് ദ റിലേഷൻ എ വിത്ത് പാർഷ്യൽ ഓർഡർ അല്ലെങ്കിൽ റിലേഷൻ പാർഷ്യൽ ഓർഡർ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഒരു പോസെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കണ്ടല്ലേ? കഴിയും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാം. എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റ്. നാച്ചുറൽ നമ്പർ ഡിനോട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റ് n വെച്ചിട്ടാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നിന്റെ കളക്ഷൻ വിത്ത് ദ റിലേഷൻ r is equal to divided by അല്ലെങ്കിൽ ഡിവൈഡ്സ് എന്ന് പറയും. ഡിവൈഡ്സ്. ഇറ്റ് ഈസ് എ പോസെറ്റ്. ഇനി അടുത്ത എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു പവർ സെറ്റ്. എ എന്ന് പറയുന്നത് ഒരു പവർ സെറ്റ് ആണ്. അതായത് ഒരു സെറ്റിന്റെ സബ്സെറ്റിന്റെ എല്ലാ കളക്ഷൻ. റിലേഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ്. ഇനി വേറൊരു റിലേഷൻ പറയാം. എ ഈസ് ഈക്വൽ ടു നാച്ചുറൽ നമ്പറിന്റെ കളക്ഷൻ. റിലേഷൻ എന്ന് പറയുന്നത് സാധാരണ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. റിലേഷൻ എന്ന് പറയുന്നത് സാധാരണ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇയാളല്ല, ഇത് പാർഷ്യൽ ഓർഡർ ആണ്. ഇതിന്റെ വ്യത്യാസം നോക്കാൻ, മറ്റേ സ്ക്രിപ്റ്റ് പോലത്തെ ലെസ് ആണ്, പക്ഷെ ഇവിടെ സാധാരണ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. പാർഷ്യൽ ഓർഡർ സെറ്റ് എ വിത്ത് റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. എന്തായാലും നമ്മൾ ഇവിടെ വരെ വന്നതല്ലേ. നമുക്ക് നാച്ചുറൽ നമ്പർ ആദ്യത്തെ രണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. അവസാനത്തെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നാച്ചുറൽ നമ്പറിന്റെ കളക്ഷൻ വിത്ത് ദ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പറയാമോ? അപ്പൊ നാച്ചുറൽ നമ്പറിന്റെ കളക്ഷൻ ആദ്യം തന്നെ ഈ ഒരു റിലേഷൻ റിഫ്ലക്സീവ് ആണോ ഒന്ന് നോക്കി പറയാമോ? റിഫ്ലക്സീവ് ആണോ? നാച്ചുറൽ നമ്പറിന്റെ കളക്ഷൻ വിത്ത് ദ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റിഫ്ലക്സീവ് ആണോ ആ റിലേഷൻ?
Yes, sir. Less than or equal to അതാണ് ആള് റിഫ്ലക്സീവ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു നമ്പർ എടുക്കുകയാണ്. സേ ഫോർ എക്സാമ്പിൾ 2 is less than or equal to 2 itself. 2 is less than or equal to 2 itself. അതായത് ഇയാള് റിഫ്ലക്സീവ് ആണ്. Why? Because reflexive ആണ്. Why? Because A is less than or equal to A for all A belongs to natural number. Now, transitive ആണോ? അടുത്ത എനിക്ക് ട്രാൻസിറ്റീവ് ആണോ എന്നാണ് വേണ്ടത്. ട്രാൻസിറ്റീവ് ആണോ? ഭരത്തിന് പറയാമോ ട്രാൻസിറ്റീവ് ആണോ ഇയാള്? ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന റിലേഷൻ. ഭരത്തെ. ഹലോ സർ. ഇത് ട്രാൻസിറ്റീവ് ആണോ? അല്ലേ? എന്തുകൊണ്ടല്ല? സാർ അത് എ കൊമ ബിയുടെ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇവിടെ എന്താണ് റിലേഷൻ? എന്താണ് എ കൊമ ബി, ബി കൊമ സി ബിലോങ്സ് ടു ആർ, then എ കൊമ സി ബിലോങ്സ് ടു ആർ. ശരി. അപ്പൊ ഇവിടെ ഞാൻ ഡിനോട്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? നിങ്ങൾക്ക് ഇവിടെ റിലേഷൻ ആയിട്ട് ഞാൻ എഴുതി വെച്ചേക്കുന്നത് എന്താണ്? സബ്സെറ്റ് ഓഫ്. എവിടെ മൂന്നാമത് എഴുതി വെച്ചേക്കുന്നത്? അല്ല, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടുനെ പറ്റിയല്ല ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നത്. സെറ്റ് എന്താണ്? സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ്. ശരി. അതിന്റെ അകത്ത് 2 എലമെന്റ് എടുത്തു. എ ബി എന്ന് പറഞ്ഞ് 2 എലമെന്റ് എടുത്തു. എയും ബിയും റിലേറ്റഡ് ആണ്. ഏതാണ് റിലേഷൻ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലേ? എ ബിയേക്കാൾ ചെറുതോ ഈക്വൽ. പിന്നെ നീ എടുക്കുന്ന എന്താണ്? ബി സി. അതായത് ബിയും സിയുമായിട്ടുള്ള റിലേഷൻ എന്താണ്? ബി സിയേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? എ കൊമ സി. ഞാൻ പറയുന്നു, എ ബി ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാല് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ്. ബി സി അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആണ്. കാരണം റിലേഷൻ, അവർ തമ്മിലുള്ള ബന്ധം ഇതാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് പറയണമെങ്കിൽ ബന്ധം ഇതാണ്. മനസ്സിലായ? അവര് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നതാണ് അവർ തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണെങ്കിൽ എയും സിയും തമ്മിലുള്ള റിലേഷൻ എന്തെന്നാണ് എന്റെ ചോദ്യം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അതെന്തുകൊണ്ട്? ട്രാൻസിറ്റീവ്. അല്ല, അത് ട്രാൻസിറ്റീവ് ആകും എന്നുള്ളതല്ല. എന്തുകൊണ്ടാണ് നീ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞത്? അതാണ് എനിക്ക് വേണ്ടത്. അതിന്റെ ലോജിക്ക് എനിക്ക് വേണം. എ കൊമ സി ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അങ്ങനെയല്ലടാ, നീ അതിന്റെ മലയാളത്തിൽ നീ എന്തുകൊണ്ടാണ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ശരി, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്പർ ഇട്ടിയ എക്സാമ്പിൾ പറയാം. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എത്രയാണ്? 10. അങ്ങനെയാണെങ്കിൽ 2ഉം 10ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? 2ഉം 10ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? വരത്തെ പോയാ? ഇല്ല സർ. പറ. ട്രാൻസിറ്റീവ്. 10ഉം തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് എന്റെ ചോദ്യം. അവര് തമ്മിലുള്ള ബന്ധം ഇവിടെ പറയുന്ന റിലേഷൻ. 2ഉം 5ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. 2 5നേക്കാൾ ചെറുത്. 5 10ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? 5 10നേക്കാൾ ചെറുത്. അങ്ങനെയാണെങ്കിൽ 2ഉം 10ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? 2 10നേക്കാളും ചെറുത്. 2 10നേക്കാൾ ചെറുത് ആണല്ലോ. അതാണ് എനിക്ക് വേണ്ടത്. എ ബിയേക്കാൾ ചെറുത്. ബി എന്ന് പറഞ്ഞാൽ സിയേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും എ സിയേക്കാൾ ചെറുതായിരിക്കും. കാരണം ഉള്ളത് ഏറ്റവും ചെറുത് എ ആണ്. എനേക്കാൾ വലുതാണ് ബി, അതിനേക്കാൾ വലുതാണ് സി. അങ്ങനെയാണെങ്കിൽ എ സിയേക്കാൾ ചെറുതായിരിക്കും. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി. അതായത് എയും സിയും തമ്മിൽ റിലേഷൻ ഉണ്ട്. കണ്ടല്ലോ? എ റിലേറ്റഡ് ടു ബി, ബി റിലേറ്റഡ് ടു സി, then എ റിലേറ്റഡ് ടു സി. ഇറ്റ് ഇസ് ട്രൂ. കാര്യം ശരിയാണ്. therefore the relation is transitive. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന റിലേഷൻ ട്രാൻസിറ്റീവ് ആണ്. ഇനി അവസാനം ഞാൻ തെളിയിക്കാനുള്ളത്, ഇയാൾ ഒരു കോസെറ്റ് ആണ് അല്ലെങ്കിൽ അത് ഒരു പാർഷ്യൽ ഓർഡർ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവസാനമായിട്ട് വരേണ്ട റിലേഷൻ ആന്റി സിമെട്രിക് എന്ന റിലേഷൻ ആണ്.
ശരി, ആന്റി സിമെട്രിക് എന്ന റിലേഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി and b less than or equal to a, that is a related to b and b related to a. ഇതിൽ നിന്ന് നമുക്ക് എയിനെയും ബിനെ കുറിച്ച് എന്തായിരിക്കും കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? ഋഷികേശിന് പറയാമോ? ഋഷികേശേ? യെസ് സർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറയാൻ പറ്റുന്നത്? എ ബിയേക്കാൾ ചെറുത്, ബി എയേക്കാളും ചെറുത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും തമ്മിൽ എന്തായിരിക്കും ബന്ധം? ട്രാൻസിറ്റീവ്. ഈ ട്രാൻസിറ്റീവ് ഇറങ്ങി വാ, നമ്മൾ വേറെ സ്ഥലത്തെത്തി. എ ബിയേക്കാൾ ചെറുത്, ബി എയിനേക്കാൾ ചെറുത്. A equal to B, A equal to B. എന്തുകൊണ്ട് പറഞ്ഞു അങ്ങനെ? എന്തുകൊണ്ട് ശേഷം അങ്ങനെ പറഞ്ഞു? ശരി ഋഷികേശ്, ഇത് ആര് പറഞ്ഞു? അത് പറഞ്ഞു. ഒന്നും പറയില്ലേ? ഋഷികേശേ? യെസ് സർ. ഇതാര് പറഞ്ഞു? അത് പറഞ്ഞു. അതും പോയി. ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുകയാണ്, ഇത് ലോജിക്കാണ്. ഇത് നിങ്ങൾക്ക് ആർക്കും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. പ്രോബ്ലം ചെയ്യണമെങ്കിൽ പോലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ കാര്യം മനസ്സിലാക്കിയേ പറ്റത്തുള്ളൂ. അടുത്ത ആള് പറഞ്ഞു തരുന്നത് നോക്കിയിരുന്നാൽ അവിടെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ഇങ്ങനെ നോക്കിയിരിക്കാം, ആരും പറഞ്ഞു തരാൻ പോകുന്നില്ല. ഇതൊന്ന് പറഞ്ഞ് ആ സമയത്ത് മനസ്സിലാക്കി തരാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോ എ ബിയേക്കാൾ ചെറുത്, ബി എയേക്കാൾ ചെറുത്, അങ്ങനെ രണ്ട് നമ്പേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ രണ്ട് നാച്ചുറൽ നമ്പർ തമ്മിൽ റിലേഷൻ വരണമെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതെന്ന് പറയണമെങ്കിൽ അവർ രണ്ടും ഈക്വൽ ആയേ പറ്റത്തുള്ളൂ. അല്ലാതെ വേറെ വഴിയില്ല. ഒരു നമ്പർ മറ്റേ ആളെക്കാൾ ചെറുത്, ആ രണ്ടാമത്തെ നമ്പർ വീണ്ടും ആദ്യത്തെ ആളെക്കാൾ ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റണമെങ്കിൽ ആ രണ്ട് നമ്പർ ഈക്വൽ ആകാതെ വേറെ തരവില്ല. Therefore, A equal to B, A related to B, B related to A, then A related to B. Therefore, the relation is anti-symmetric. The relation is anti-symmetric. അതായത് collection of natural number along with the relation less than or equal to, along with the relation less than or equal to is a partial order അല്ലെങ്കിൽ is a poset. Is a poset. കാര്യം പറഞ്ഞത് ശരിയാണ്. ശരി, നമുക്ക് ഇനി വേറൊരു കാര്യം ചിന്തിക്കാം. ഞാന് നിങ്ങളോട് പറഞ്ഞു, ഈ പോസറ്റ് അല്ലെങ്കിൽ എന്താണ് പാർഷ്യൽ ഓർഡർ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാ നമ്പരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ നമ്പരും അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ചില നമ്പർ റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ചില എലമെന്റ്സ് റിലേറ്റഡ് ആയിരിക്കും, ചില എലമെന്റ്സ് റിലേറ്റഡ് ആയിരിക്കത്തില്ല. ഇൻകമ്പയറബിൾ ആയ എലമെന്റ്സ് ഉണ്ടാകും, ഉറപ്പാണ്. ഞാൻ അതിന് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. സബ്സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടും ഡിവൈഡഡ് ബൈ എന്ന് പറയുന്ന റിലേഷനിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇപ്പൊ കണ്ട പോസിറ്റ് നോക്കുക. ഇപ്പൊ കണ്ട പോസിറ്റ് നാച്ചുറൽ നമ്പറിന്റെ കളക്ഷൻ വിത്ത് ദ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. നിങ്ങൾ എന്ന് ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും രണ്ട് നാച്ചുറൽ നമ്പർ എടുത്തോ, ഉറപ്പായിട്ടും അതിലൊരു നാച്ചുറൽ നമ്പർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മറ്റേ നാച്ചുറൽ നമ്പർ നമുക്ക് എഴുതാൻ കഴിയില്ലേ? ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? നിങ്ങളത് പറഞ്ഞതാണ്. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് പറഞ്ഞാൽ മതി. ഏതെങ്കിലും രണ്ട് നാച്ചുറൽ നമ്പർ ചുമ്മാ എടുക്കുക. ഏത് നമ്പർ വേണോ നമുക്ക് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരു നമ്പർ മറ്റേ നമ്പറിനേക്കാൾ ചെറുതാണോ വലുതാണോ എന്ന് നമുക്ക് കൃത്യമായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ലേ? പറ്റുമെന്നോ ഇല്ലെന്നോ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു തരിക. പറ്റും, ഉറപ്പായിട്ടും നമുക്ക് പറ്റും. ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എടുത്താലും ഒരാൾ മറ്റേ ആളെക്കാൾ വലുതോ ചെറുതോ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഈ പോസിറ്റിന്റെ കാര്യത്തിൽ ഇൻകമ്പയറബിൾ ആയ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ? ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ പറഞ്ഞ പോസിറ്റിൽ ഇല്ല. ഇപ്പൊ പറഞ്ഞ പോസിറ്റില് ആ ഒരു പ്രശ്നം ഇല്ല. അതായത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഏത് നമ്പർ തന്നാലും അവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ പറ്റും.
അതായത് ഞാൻ പറഞ്ഞു വന്നത് പോസിറ്റീവിന്റെ ഡെഫിനിഷൻ ഒക്കെ ശരി തന്നെയാണ്. എല്ലാ നമ്പറിനെയും കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നിർബന്ധമില്ല. പക്ഷെ എല്ലാ നമ്പറിനെയും കമ്പയർ ചെയ്യാൻ പറ്റുന്ന പാർഷ്യൽ ഓർഡറും അവൈലബിൾ ആണ്. എല്ലാ നമ്പറിനെയും കമ്പയർ ചെയ്യാൻ പറ്റുന്ന പാർഷ്യൽ ഓർഡറും അവൈലബിൾ ആണ്. അയാളെയാണ് നമ്മൾ വിളിക്കുന്നത് ടോട്ടൽ ഓർഡർ. അയാളെ നമ്മൾ വിളിക്കുന്നത് ടോട്ടൽ ഓർഡർ എന്നാണ്. കണ്ടല്ലോ, എല്ലാ നമ്പറിനും എന്താണ് പാർഷ്യൽ ഓർഡർ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ചില നമ്പേഴ്സിന് പാർഷ്യൽ ഓർഡർ ഉള്ള ഒരു സെറ്റിന് എല്ലാ നമ്പറിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ചില പാർഷ്യൽ ഓർഡേഴ്സ്, ഫോർ എക്സാമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, അയാള് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് രണ്ട് നമ്പേഴ്സിനെ ഏത് രണ്ട് നാച്ചുറൽ നമ്പർ എടുത്താലും കമ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടോട്ടൽ ഓർഡർ. അപ്പൊ ഞാൻ ഡെഫിനിഷൻ എഴുതുകയാണേ. ഡെഫിനിഷൻ വേറെ ഡെഫിനിഷൻ ആണ്. എ ആൻഡ് ബി ആർ incomparable if neither A not partially neither A partially ordered to B nor B partially ordered with A. ഈ പാർഷ്യലി ഓർഡേർഡ് വിത്ത് നിങ്ങളുണ്ടല്ലോ നോട്ടൊക്കെ എഴുതുമ്പോ ഈ പാർഷ്യലി ഓർഡേർഡിന്റെ സിമ്പല് ഈ സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കണം കേട്ടോ. ഈ സ്ക്രിപ്റ്റ് ആയിട്ട് തന്നെ, അല്ലെങ്കിൽ ഇച്ചിരി ഫാൻസി ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ മറ്റേ ആളുമായിട്ട് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോ രണ്ട് എലമെന്റ്സ് ഇൻകമ്പയറബിൾ എന്ന് പറയണമെങ്കിൽ ആ നമ്പേഴ്സ് തമ്മിൽ ഒരു രീതിയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പാർഷ്യലി ഓർഡേർഡ് ആയിരിക്കരുത്. എ പാർഷ്യലി ഓർഡേർഡ് വിത്ത് ബിയോ ബി പാർഷ്യലി ഓർഡേർഡ് വിത്ത് എയോ ആയിരിക്കരുത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും ഇൻകമ്പയറബിൾ എന്ന് നമുക്ക് പറയാം. എ ബിയും ഇൻകമ്പയറബിൾ, കമ്പയർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അടുത്ത ഡെഫിനിഷൻ എ പോസിറ്റ് യെസ് partial order, S comma partial order is totally ordered. If for all A comma B belongs to S. Sലെ ഏത് രണ്ട് എലമെന്റ് എടുത്താലും പാർഷ്യലി ഓർഡർ ഒരു സെറ്റ് എസ് പാർഷ്യലി ഓർഡർ എന്ന് പറയണമെങ്കിൽ എസിന്റെ അകത്ത് ഏത് നമ്പർ എടുത്താലും A partially ordered with B or B partially ordered with A. ഇതാണ് അവസ്ഥ. ഒന്നുകിൽ A partially ordered with B or B partially ordered with A. ഇതിലേതെങ്കിലും ഒരെണ്ണം സംഭവിച്ചിരിക്കണം. കണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ആ പോസറ്റിനെ ടോട്ടലി ഓർഡേർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടല്ലോ, എക്സാമ്പിൾ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ടോട്ടലി ഓർഡേർഡും അതിന്റെ എക്സാമ്പിളും ഡെഫിനിഷനും ഒക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈ ടോട്ടലി ഓർഡേർഡ് എന്ന ഈ ഒരു ടേം, ഈ പർട്ടിക്കുലർ ടേം നമ്മൾ വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിന് മുൻപ് ഒന്ന് ഓർത്ത് നോക്കിയിട്ട് ഓർമ്മ കിട്ടുകയാണെങ്കിൽ പറയാമോ? ടോട്ടലി ഓർഡേർഡ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ ടേം വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആരും കേട്ടിട്ടില്ല? ആരും കേട്ടിട്ടില്ലേ? ആരും കേട്ടിട്ടില്ല? ടോട്ടലി ഓർഡേർഡ് എന്ന് പറയുന്ന ടേം ഇതിനു മുൻപ് നമ്മൾ പഠിച്ചതിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ? അഭിഷേകിന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഈ ഒരു ടേം? ടോട്ടലി ഫസീല് വന്നിട്ടുണ്ട്. അത് തന്നെയാണ് കാര്യം. ഫസീല്
ഒരു സെറ്റിൽ നിന്ന് ഒരു ടോട്ടലി ഓർഡേർഡ് സെറ്റിലേക്കുള്ള ഫംഗ്ഷനാണ് ഫസി സബ്സെറ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ടോട്ടലി ഓർഡേർഡ്. നമ്മൾ അവിടെ ടോട്ടലി ഓർഡേർഡ് ആയിട്ട് ഫോർ സിംപ്ലിഫിക്കേഷൻ നമ്മൾ ടോട്ടലി ഓർഡേർഡ് എന്ന് പറഞ്ഞ ആ സെറ്റ് ആയിട്ട് 0, 1 എന്ന ഇന്റർവൽ ആണ് എടുത്തത്. അന്ന് ഞാൻ എന്താണ് ഈ ടോട്ടലി ഓർഡേർഡിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഇതേ നമ്മൾ ടോട്ടലി ഓർഡേർഡ് എന്താണെന്ന് പഠിക്കുന്നു. ടോട്ടലി ഓർഡേർഡിന്റെ കൺസെപ്റ്റ് നമ്മൾ അവിടെ പറഞ്ഞു തന്നു. അപ്പൊ ടോട്ടലി ഓർഡേർഡ് എന്താണെന്ന് പഠിക്കുന്നു. കണ്ടല്ല കഴിയും. അതായത് ടോട്ടലി ഓർഡർ ഇത്രയേ ഉള്ളൂ. ഏത് 2 എലമെന്റ് എടുത്താലും അവർ രണ്ടുപേരെയും കമ്പയർ ചെയ്യാൻ പറ്റും. അത് ഏതെങ്കിലും ഒരു റിലേഷൻ വെച്ചായിരിക്കും കമ്പയർ ചെയ്യാൻ പറ്റുന്നത്. 0, 1 എന്ന ഇന്റർവെല്ലിൽ ആ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന്. നമ്മള് കോർ ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ നോക്കണം കേട്ടോ. അവര് തമ്മിലുള്ള ബന്ധം നമുക്ക് എന്ത് വേണോ ഡിഫൈൻ ചെയ്യാം. ഒരു സെറ്റ് ടോട്ടലി ഓർഡേർഡ് ആകണമെങ്കിൽ രണ്ടുപേരെ കമ്പയർ ചെയ്യണമെന്നേ ഉള്ളൂ. ആ കമ്പാരിസൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആകണമെന്നൊന്നും ടോട്ടലി ഓർഡേർഡിന്റെ ഡെഫിനിഷൻ പറയുന്നില്ല. ആ കമ്പാരിസൺ പക്ഷെ എന്തായിരിക്കണം? ഒരു റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ് ആൻഡ് ആൻ ആന്റി സിമെട്രിക് റിലേഷൻ ആയിരിക്കണം. നമ്മൾ ഡെഫിനിഷനിൽ ഭയങ്കരമായി ജനറലൈസ് ചെയ്ത് താഴോട്ട് പോവുകയാണ്. നിങ്ങൾ നോക്കണം. രണ്ടുപേരെ കമ്പയർ ചെയ്യാൻ പറ്റണം. ആ കമ്പാരിസൺ ഞാൻ അവിടെ പറഞ്ഞ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. പക്ഷേ ഇൻ ജനറൽ ആ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കണം. ആ കമ്പാരിസൺ എന്തായാലും മതി. ഒരു പാർഷ്യൽ ഓർഡർ ആയത്. ആ പാർഷ്യൽ ഓർഡർ എന്താണ്? ഒരു റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ് ആൻഡ് ആൻ ആന്റി സിമെട്രിക് റിലേഷൻ. കണ്ടല്ലോ. അപ്പൊ പോസിറ്റീവ് ശേഷം ടോട്ടലി ഓർഡേർഡ് സെറ്റ്. എക്സാമ്പിൾ S is equal to set of natural numbers. റിലേഷൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ. Now S എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ സെറ്റ്. റിലേഷൻ എന്ന് പറയുന്നത് ഡിവൈഡ്സ്. ഈ രണ്ടാമത് പറഞ്ഞ ആളൊരു ടോട്ടലി ഓർഡേർഡ് സെറ്റ് ആണോ? രണ്ടാമത് പറഞ്ഞത് ഒരു ടോട്ടലി ഓർഡേർഡ് സെറ്റ് ആണോ? കളക്ഷൻ ഓഫ് n, റിലേഷൻ ഡിവൈഡ്സ്. ആർക്കൊന്നും പറയാനില്ല. ചിന്തിച്ചിട്ട് പറയണേ. നിങ്ങളിങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവത്തില്ല. നിങ്ങൾ ചിന്തിച്ചില്ല എങ്കിൽ പ്രശ്നമാണ്. നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് റിലേഷൻ ഡിവൈഡ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേഷൻ. ആള് ഒരു ടോട്ടലി ഓർഡേർഡ് സെറ്റ് ആണോ? കാര്യം ചോദിച്ചോട്ടെ സർ. പറഞ്ഞു. അപ്പം ഇപ്പൊ ഈ പറഞ്ഞത് വെച്ചിട്ട്, അതായത് ഇപ്പം ഏതെങ്കിലും 2 എലമെന്റ്സ് എടുത്താൽ അതിപ്പോ ഏത് റിലേഷൻ ആയാലും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്ന, അതായത് എല്ലാ എലമെന്റും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ ടോട്ടലി ഓർഡർ. ഏത് 2 എലമെന്റ് എടുത്താലും ഒന്നുകിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ. ഞാൻ ഓർന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്നുകിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ കമ്പയർ ചെയ്യാൻ പറ്റണം. അത്രേ ഉള്ളൂ. ടോട്ടലി ഓർഡേർഡ് അല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നില് കമ്പാരിസൺ നടക്കും, അല്ലെങ്കിൽ ഒരു രീതിയിലും കമ്പാരിസൺ നടക്കില്ല. ഏതെങ്കിലും ഒരു ഇൻകമ്പയറബിൾ ആയിട്ടുള്ള ഒരു പെയർ എങ്കിലും നമുക്ക് കിട്ടും. എന്താണ് ടോട്ടലി ഓർഡേർഡ് അല്ലെങ്കിൽ? പറയാമോ ഇതപ്പോ ടോട്ടലി ഓർഡേർഡ് ആണോ അല്ലേ? ഇത് ടോട്ടലി ഓർഡേർഡ് ആണോ അല്ലേ? ഇപ്പൊ പറഞ്ഞ സെറ്റ് ആർക്കും ഉത്തരം പറയാൻ കേട്ടോ. നിങ്ങൾ ഒന്നും ചിന്തിക്കണം. സുധിൽ, ഇത് ടോട്ടലി ഓർഡേർഡ് ആണോ? സുധിലെ കേൾക്കാമോ? ഹലോ സർ. ഇത് ടോട്ടലി ഓർഡേർഡ് ആണോ ഇപ്പൊ പറഞ്ഞ സെറ്റ്? യെസ്. അതായത് ഏത് 2 നമ്പറിനെ എടുത്താലും നമുക്ക് ഡിവൈഡ്സ് എന്ന് എഴുതാൻ പറ്റും. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ 2 നമ്പർ തരാം. 3ഉം 5ഉം. 3 5നെ ഡിവൈഡ് ചെയ്യോ? 5 3നെ ഡിവൈഡ് ചെയ്യോ?
3 5 3 5 ഡിവൈഡ് ചെയ്യൂ. 3 5 കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് കളയും, പ്രശ്നമില്ല. ആണോ? വേറെ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? 3 5 ഡിവൈഡ് ചെയ്യൂ, അപ്പൊ 5 3 ഡിവൈഡ് ചെയ്യൂ. ഡിവിസിബിൾ അല്ലല്ലോ സർ. ഡിവിസിബിൾ അല്ല. 3 5 ഡിവൈഡ് ചെയ്യാൻ പോകുന്നില്ല, 5 3 ഡിവൈഡ് ചെയ്യാൻ പോകുന്നില്ല. 3 5 ഡിവൈഡ് ചെയ്യാൻ പോകുന്നില്ല, 5 3 ഡിവൈഡ് ചെയ്യാൻ പോകുന്നില്ല. അതായത് ഇൻകമ്പയറബിൾ ആയിട്ട് ഒരു പേരെങ്കിലും ഉണ്ട്. ഞാൻ ഇതല്ലേ പറഞ്ഞത്, നമ്മൾ കഴിഞ്ഞ ദിവസമേ പറഞ്ഞപ്പോ പറഞ്ഞു ഈ പാർഷ്യൽ ഓർഡർ എന്ന് പറയുന്ന എല്ലാ എലമെന്റിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റൂല. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞിട്ട് അന്നേ ഞാൻ പറഞ്ഞു തന്നിരുന്നു എക്സാമ്പിൾ എന്താണ്. നിങ്ങളത് നിങ്ങളതിപ്പോ മറന്നിട്ടാണ് വന്നേക്കുന്നത്. നോക്കുക, നോട്ട് ടോട്ടലി ഓർഡർ, not totally ordered, not totally ordered. Example, 3 5 divide ചെയ്തില്ല, 5 3 divide ചെയ്തില്ല. That is 3 and 5 are incomparable. മൂന്നും അഞ്ചും കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്. അതായത് ഇത് ടോട്ടലി ഓർഡേർഡ് അല്ല. ഇത് ടോട്ടലി ഓർഡേർഡ് അല്ല. ഇനി അടുത്ത എസ് എന്ന് പറയുന്നത്, ഞാൻ പവർ സെറ്റ് എടുക്കുകയാണെ. പവർ സെറ്റ് ഞാൻ പി ഓഫ് എ എന്ന് എടുക്കുകയാണ്. പവർ സെറ്റ് എന്നാണ് അതിന്റെ മീനിങ്, എയുടെ പവർ സെറ്റ്. റിലേഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ്, റിലേഷൻ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ്. കണ്ടല്ലോ, ഈ റിലേഷൻ ടോട്ടലി ഓർഡേർഡ് ആണ്. ഈ റിലേഷൻ ടോട്ടലി ഓർഡേർഡ് ആണ്. ഈ വേണമെങ്കിൽ ഞാൻ സെറ്റ് എ തന്നെ സ്പെസിഫൈ ചെയ്യാം. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 ഇരിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഡിഫൈൻ ചെയ്ത അതേ സെറ്റാണ്, സെറ്റ് 1 2 3. ഇയാൾ ടോട്ടലി ഓർഡേർഡ് ആണോ? ഇത് റിലേഷൻ സബ്സെറ്റ്. ആർക്കും ഒരു ഉത്തരവില്ലേ? സെറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ പറഞ്ഞു തരാമോ? കൗണ്ടർ എക്സാമ്പിൾ പറയാനായിരിക്കും. കമ്പയർ ചെയ്യാൻ പറ്റാത്ത രണ്ടുപേർ. രണ്ട് സിംഗിൾട്ടൺ സെറ്റ്സ് ആണെങ്കിൽ ശരി, 2 സിംഗിൾട്ടൺ സെറ്റ് പറഞ്ഞു. ആരൊക്കെയാണ്? സിംഗിൾട്ടൺ 2. സിംഗിൾട്ടൺ 1ഉം സിംഗിൾട്ടൺ 2. സിംഗിൾട്ടൺ 1ഉം സിംഗിൾട്ടൺ 2. സിംഗിൾട്ടൺ 1 സിംഗിൾട്ടൺ 2ന്റെ സബ്സെറ്റും അല്ല. അതേപോലെ സിംഗിൾട്ടൺ 2 എന്ന് പറയുന്നത് സിംഗിൾട്ടൺ 1ന്റെയും സബ്സെറ്റ് അല്ല. സിംഗിൾട്ടൺ 1ന്റെയും സബ്സെറ്റ് അല്ല. ദാറ്റ് ഈസ് സിംഗിൾട്ടൺ 1 ആൻഡ് സിംഗിൾട്ടൺ 2 ആർ ഇൻകമ്പയറബിൾ. കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ്. Therefore, not totally ordered. Not totally ordered. We are done. Not totally ordered. We are done. കഴിഞ്ഞു. ഇതാണ് ടോട്ടലി ഓർഡേർഡിന്റെ കൺസെപ്റ്റ്. ടോട്ടലി ഓർഡേർഡിന്റെ കൺസെപ്റ്റ് ഇതാണ്. പാർഷ്യൽ ഓർഡർ വിത്ത് ടോട്ടൽ ഓർഡർ ഇതാണ്. അപ്പൊ നമ്മള് ഓരോ കാര്യങ്ങളും ഡിഫൈൻ ചെയ്ത് വന്ന വഴി നിങ്ങൾ നോക്കുക. റിലേഷനിൽ നിന്ന് അതിന്റെ പ്രത്യേകതകളുള്ള റിലേഷൻ, അതിനുശേഷം ഈക്വലൻസ് റിലേഷനിൽ നിന്ന് പാർഷ്യൽ ഓർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇനിയും നമ്മൾ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് പോകുന്നത്. പിന്നെ പഠിക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടിരുന്ന നമ്മുടെ ക്ലാസ് ഒരു മരണ വീട് പോലെയാവും. കണ്ടോ, ഇപ്പൊ ആരും ഒന്നും മിണ്ടുന്നില്ല, ആർക്കും ഒന്നും പറയാനില്ല. തുടക്കത്തിൽ നമ്മൾ ഇൻട്രസ്റ്റോടെ എല്ലാവരും ഉത്തരം പറഞ്ഞു വന്നതാണ്. ഇപ്പൊ എല്ലാവരുടെയും ഫ്യൂസ് പോയി. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെ ഒന്ന് റിമൈൻഡ് ചെയ്യുക. നമുക്ക് ഡൗട്ട് ചോദിച്ചേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എനിക്കിത് ഇന്ന സ്നാപ്പ് ഇത് തീർക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് ഇത്രയും എക്സാമ്പിൾ പറയേണ്ട ഒരാവശ്യമില്ല. ഇതാണ് ഡെഫിനേഷൻ, ഇതാണ് എക്സാമ്പിൾ, കഴിഞ്ഞു, അത്രേ ഉള്ളൂ.
അല്ലാതെ അതിൽ ഓരോരോ മൈന്യൂട്ട് കാര്യങ്ങളും പറഞ്ഞ് മാത്സുകാരെ മെയിൻകാരെ പഠിപ്പിക്കുന്ന പോലെ എന്താണ് വളരെ വളരെ എക്സാമ്പിൾ ഇട്ട് നിങ്ങളെ താഴെ എന്താണ് വളരെ ഇതിൽ നിന്ന് പഠിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. നിങ്ങളുടെ സബ്ജക്റ്റ് കൊണ്ട് മാത്സിന് ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ അതിനെ അതിൻ്റെതായ രീതിയിൽ ഉപയോഗിക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പം നിങ്ങളുടെ പഠിത്തം ഇച്ചിരി കീഴ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.